ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ആദ്യം കാണുന്നത് സ്കൈ കാർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ സ്കൈ കാർ സിസ്റ്റമാണ് ഇത്. ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവിടെ. നമുക്കിത് വന്നിരിക്കുന്നത് ഡൽഹിയിലാണ്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യ ഈ 19th കൺട്രി ആവുകയാണ്. അതായത് ഇത്രയും ഒരു ഫെസിലിറ്റി വരുന്ന അല്ലെങ്കിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വരുന്ന 19th കൺട്രി ആയിട്ട് മാറുകയാണ് ഇന്ത്യ. ഇത് മിഷൻ മോസത്തിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ആൻഡ് കുറച്ചുകൂടിയും എൻഹാൻസ് ചെയ്യാണ് സേഫ്റ്റിയൊക്കെ, കുറച്ചുകൂടിയും ഏവിയേഷൻ രംഗത്തെ സേഫ്റ്റിയൊക്കെ കുറച്ചുകൂടിയും എൻഹാൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഇത്. കുറച്ചുകൂടിയും ഈ പറയുന്ന ഓൾട്ടിറ്റ്യൂഡൊക്കെ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 3 കിലോമീറ്റർ ആണ് ഇവിടെ പറയുന്നത്. ആൻഡ് മാത്രമല്ല, ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫെസിലിറ്റി വരുന്നത് UP-ലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അതിനകത്തുനിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന കുറച്ച് അപ്പോയിൻമെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നേവൽ സ്റ്റാഫിൽ ഒരു പുതിയൊരു വൈസ് ചീഫ് വന്നിരിക്കുകയാണ്. ആരാണ് അദ്ദേഹം? നമുക്ക് നോക്കാം. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ആണ് വന്നിരിക്കുന്നത്. 48th വൈസ് ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫിന്റെ 48ാമത് വൈസ് ചീഫ് ആയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ആൻഡ് മാത്രമല്ല, ഇദ്ദേഹം കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ കമാൻഡ് ആയിട്ടും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സേവനം നൽകിയിട്ടുള്ളതാണ്. ആൻഡ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡ്സും കൂടെ നമുക്ക് നോക്കാം. ആദ്യ വിശിഷ് സേവാ മെഡൽ, അത് 2022 ഇദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പരം വിശിഷ് സേവാ മെഡൽ, അത് 2026 അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. സോ ആ ഒരു അപ്പോയിൻമെന്റിന്റെ കാര്യം കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.